സ്മൈൽ സ്മൈൽ. ഒന്ന് വേഗം ആട്ടടാ. ചേട്ടാ, എന്നെ ഒഴിവാക്കി മണവാട്ടി ഒറ്റയ്ക്ക് എടുക്കുകയാണ് അല്ലടാ റാസ്കൽ. തന്റെ ഈ മരമൊന്ത എത്ര വട്ടം പതിയണം? താങ്ക് യു. ബാലുവിനെയും കൊണ്ടാ ഞാൻ ആദ്യം ആന്റിയുടെ അടുത്ത് വന്നത്, ഓർമ്മയില്ലേ? ഇവൻ ഈ PB നായർ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ എല്ലാ രാഷ്ട്രീയ കുപ്പത്തൊട്ടികളും തിരയുന്നതിന് കുപ്രസിദ്ധനായ ജേർണലിസ്റ്റാ. ആണ്ട് വിടല്ലേ? ഇതിയാന്റെ ചരിത്രം മുഴുവൻ തരുന്നുണ്ട്. പിന്നെ ഇവനെന്ത് പറയാൻ? ഇവനെ പത്രപ്രവർത്തനം പഠിപ്പിച്ച ഗുരുനാഥൻ ഞാനാ, അല്ലേന്ന് ചോദിക്കേ. ആന്നേ മാഡം, ശുദ്ധനായിരുന്ന എന്നെ കള്ളുകൂടി തുടങ്ങിയ ദുശീലങ്ങൾ പഠിപ്പിച്ച ഗുരു ഇദ്ദേഹം തന്നെ. പിന്നെ മാഡം, ഒരു സ്വകാര്യം. കളയടാ നിന്റെ ഫോർമാലിറ്റി. നിനക്ക് പേര് വിളിക്കാം. ആയിക്കോട്ടെ. ഈ ഗുരുവിന് വലിയ ഇഷ്ടമായിരുന്നു. ആരാധന എന്നൂടെ പറയാം. ഇപ്പൊ ശകലം പകയാണ് മനസ്സിൽ. പകയും പിന്നെ അസൂയെ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കുക എന്ന് ഞങ്ങൾക്കൊരു നാടൻ ചൊല്ലുണ്ട്. സത്യത്തിൽ ആ പള്ളിയിൽ നടന്നത് വേറെ എന്താണ്? ഇവന് ശകലം വട്ടളകും ഞായറാഴ്ചകളിൽ. സാരമാക്കണ്ട. സഹിക്ക വയ്യാതെ ശിഷ്യം പറഞ്ഞു പോയതാണ്. ഫുട്പാത്ത് ശരണമായി കഴിഞ്ഞ് എനിക്ക് ഇയാള് ചോറ് തന്നു, കിടക്കാനിടം തന്നു, ജോലി ഉണ്ടാക്കി തന്നു. അപ്പോ ഗുരുപത്നിക്ക് എന്തും എന്നോട് കൽപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യുവർ ഒബീഡിയൻ സെർവന്റ്. ഒരു പിടി ചോറ് എനിക്കെന്നും കരുതി വെക്കണം എന്ന് ചുരുക്കത്തിൽ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? താങ്ക് യു. ഇവിടെ താമസിച്ചപ്പോഴെല്ലാം എല്ലാ ടെൻഷനും മറന്നിരുന്നു. ഒരു നോർമൽ സമൂഹ ജീവിയായി ഞാൻ മാറിയത് അപ്പോ മാത്രമായിരുന്നു. നീ ഇടയ്ക്ക് വരാതിരുന്നാലായിരുന്നു അവൾക്ക് വിഷമം. അറിയാം. എനിക്കും കല്യാണം കഴിച്ചു കൊടുത്ത ഒരു അനിയത്തിയുടെ വീട്ടിൽ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വരുന്ന ഒരു ഏട്ടന്റെ അഭിമാനം, അധികാരം, ചിലപ്പോൾ അല്പ അഹങ്കാരം വന്നു കയറുമ്പോഴൊക്കെ അതായിരുന്നു എന്റെ ഉള്ളിൽ. തനിക്കറിയോ മാത്യു, ഇവിടെ അനാഥനായത് താൻ മാത്രമല്ല. എന്തിന്? നിനക്ക് ലീവ് എത്രയുണ്ട്? ഞാൻ ടൈംസിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് 2 ആഴ്ചയായി. മെസ്സേജ് കിട്ടാൻ വൈകിയത് അതുകൊണ്ടാ. എന്നിട്ട് നിശ്ചയിച്ചിട്ടില്ല. വിസ്റ്റാസിന് പരസ്യത്തിന് ചില കോപ്പി എഴുതി. ബോറാണ്. ഐ ക്യാൻ ഡു ഫ്രീലാൻസിങ്. ഞാൻ മൈസൂർ പോകുന്നു. റഷീദ് കേസ് കവർ ചെയ്യണമെന്നുണ്ട്. ആ കൂട്ടത്തിൽ മോളിയാന്റിയെ കണ്ട് വിശദമായിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അവരെന്ത് പറയാൻ? പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടായിരുന്നോ എന്നറിയാനെങ്കിലും ദാറ്റ് വിൽ ഹെൽപ്പ്. തനിക്ക് സമ്മതമല്ലേ? ഗോ ഹെഡ്. എന്റെ ഫ്രണ്ട്സിനെയും ക്വസ്റ്റ്യൻ ചെയ്യാം. എന്റെ തെറ്റുകൾ കണ്ടെത്തണമെങ്കിൽ ചെയ്യണം. ഗോ ഹെഡ്. ആദ്യം മോളിയാന്റെ കാണട്ടെ. കാറെടുത്തോ? എനിക്ക് ജീപ്പ് മതി. കാശുണ്ടോ കയ്യിൽ? ആവശ്യത്തിനുണ്ട്, ഡോണ്ട് വറി. പക്ഷേ താൻ ഒന്നും കഴിക്കാതെ കുപ്പിക്കണക്കിന് കുടിച്ച് ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ബിഹേവ് യുവർസെൽഫ്. ഗുഡ് ഈവനിങ് ആന്റി. ഗുഡ് ഈവനിങ്. മാത്യുവിന്റെ കത്ത് കിട്ടി. മോളി ആന്റി വന്ന് കാണാൻ മാത്യു പ്രത്യേകം പറഞ്ഞു. ഞാൻ മാത്യുവിന്റെ ഫ്രണ്ടാണ്, ബാലു. വരൂ. മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിട്ടുണ്ട് മാത്യുവിന്റെ കൂടെ. കിടന്നോളൂ. മാത്തുക്കുട്ടിയുടെ അവിടെ നിന്ന് വന്ന ആളാണ്. 嗯
ഇന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ തുണി മാറ്റുന്നത്. വിളിക്കായിരുന്നില്ലേ? ആവശ്യമില്ലാത്തതിനൊക്കെ കിടന്ന് ഒച്ച ഇടുന്നുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആഴ്ചയിൽ 40 രൂപയുടെ മരുന്ന. എന്തായിട്ടെന്താ, ഒരു വ്യത്യാസവും ഇല്ല. കമ്പി സമയത്തിന് കിട്ടിയില്ലേ? ഈ കിടപ്പ് കണ്ടില്ലേ? ഞാൻ എങ്ങനെ വരാനാ? അന്ന് അതിനെല്ലാം മുമ്പാണ് ആന്റിയുടെ കത്ത് കിട്ടിയില്ല എനിക്ക്. ലീനമോക്ക് ഇങ്ങനെ വന്നു എന്ന് ആലോചിക്കുമ്പോ ഇവിടെ ആന്റിക്ക് സഹായത്തിനാരും. ഒരു പെണ്ണ് വരും, 35 രൂപ ശമ്പളം, 2 നേരം ചെലവ്. നമ്മുടെ നാട്ടുകാർ വന്നു കൂടിയ പിന്നെ ഇവിടങ്ങളിലും ശമ്പളവും കൂലിയും ഒക്കെ കൂടി. ലീനയുടെ പഴയ ഫോട്ടോ വല്ല ഇരിപ്പുണ്ടോ ആന്റിയുടെ കയ്യില്? ഈ സ്ഥലം സ്വന്തം വാടക കൊടുക്കണ്ട. കുര്യാക്കോസത്തിന്റെ സഹായം കൊണ്ട് സ്വന്തമായി എന്ന് പറയാം. ഇതിന്ന് കിട്ടുന്നോണ്ട് എന്താവാനാ? അവള് മാസാമാസം കുറച്ച് കാശ് അയച്ചിരുന്നു. ഇനി അതും മാത്യു ഉണ്ടല്ലോ, അത് മുടക്കില്ല. ലീനയുടെ അടുത്ത ബന്ധുക്കളായിട്ട് ആന്റി മാത്രമല്ലേ ഉള്ളൂ. മാത്യു വേണ്ട ചെയ്യും. ആന്റി വിഷമിക്കണ്ട. ലീനയുടെ അപ്പച്ചൻ ആന്റിയുടെ നേരെ ആങ്ങളല്ലേ? താഴെയുള്ള ആളോ മൂത്തതോ? മൂത്തത്. കുട്ടിക്കാലത്ത് ലീനയ്ക്ക് വേറെ വല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? കുട്ടികൾക്ക് ഓരോന്നിൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ചിലർക്ക് പാട്ടില്, ചിലർക്ക് ചിത്രം വര, അങ്ങനെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ലീന പഠിച്ചതൊക്കെ കോൺവെന്റില്. ഏത് കോൺവെന്റില്? ഇവിടെ അടുത്തുള്ള കോൺവെന്റില്. വേലക്കാര് വരാത്ത ദിവസ എനിക്ക് പണിയുണ്ട്. പിന്നെ ആന്റി, കുട്ടിക്കാലത്ത് ലീന വല്ലതൊക്കെ എഴുതിയിരുന്നോ? ചില കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, വല്ലതൊക്കെ കുത്തിക്കുറിക്കും. അങ്ങനെ വല്ല സ്വഭാവം കണ്ടിട്ടുണ്ടോ? കണ്ണി കണ്ടതൊക്കെ വായിക്കും. ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ ഉറങ്ങിയാലും പിന്നെയും വായിച്ചുകൊണ്ടേയിരിക്കും. ലീനയുടെ അപ്പച്ചന്റെ ഫോട്ടോസ് വല്ലതും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഫാമിലി ഫോട്ടോസ്? ഇല്ല, ഇവിടെ ഒന്നുമില്ല. നാട്ടിൽ നിങ്ങളുടെ തറവാട്ട് വീട്ടിൽ നോക്കിയാൽ കിട്ടുമോ? ആ സ്ഥലമൊക്കെ പണ്ടേ ഇട്ടുപോയി. ദാ വരുന്നു. ഞാനേ മാത്തുക്കുട്ടിക്ക് കത്തിടുന്നുണ്ട്, പറഞ്ഞേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ആന്റി വന്നില്ലേ പള്ളിക്ക്? അങ്കിളിന് തീരെ വയ്യ. നമ്മുടെ അതിർത്തിയോട് തൊട്ടുള്ള ചെറിയ വീട്ടിലെ അവരുടെ നീസ. അതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് ഇവിടെ മേലന്വേഷണത്തിന് പോകുന്നത്. ഈ കുട്ടി ഓർഫനാണ്. തന്തയും തള്ളയും നേരത്തെ മരിച്ചു അത്രേ. എ വെരി വെൽ ബിഹേവ്ഡ് ഗേൾ ആൻഡ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ഞങ്ങളുടെ സെയിം ചർച്ച. ആർ യു പ്രിപ്പയർഡ് ഫോർ എ ഷോക്ക്? ഞാൻ അവളെ കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നു. സീരിയസ്? വെരി സീരിയസ്. സ്ത്രീധനത്തിന്റെ കണക്ക് പറയാത്തിടത്തോളം കാലം ആന്റിക്കും അങ്കിളിനും പരിപൂർണ സമ്മതം. അത് ഞാൻ ഇൻഡയറക്റ്റ് ആയി മനസ്സിലാക്കിയിട്ടുണ്ട്. മുനിയുടെ മനസ്സിളക്കാൻ വന്ന ഈ സുന്ദരിയുടെ പേർ സെലീന. സെലീന. അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ പ്രൊസീഡ് ചെയ്യൂ. സമ്മതിക്കാതിരിക്കാൻ വൈ നോട്ട്? ആലോചിക്കുന്നത് മുതലാളിയാണ്, ഉള്ളിൽ നവയുവാവിന്റെ ചൈതന്യമാണ് എന്നൊക്കെ പറഞ്ഞ് കേസ് വാദിക്കാൻ ഞാൻ ready. വേണ്ട വേണ്ട, നീ ഒരു വാദകോലാഹലത്തിൽ നിൽക്കണ്ട. നമ്മൾ നാടൻ മട്ടിൽ അവിടെ ഒഫീഷ്യലായി പോകുന്നു, കാര്യം സംസാരിക്കുന്നു. നമ്മൾ പ്ലെയിൻ ഫെയറും തന്നെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ കാറ് വായിച്ച് നിന്നെ വരുത്തിയത് പിന്നെ എന്തിനാടാ? അതെ, നമ്മൾ. ഗുഡ് ലക്ക്, ഓൾ ദ ബെസ്റ്റ്. കല്യാണം ഇവിടെ മതി, തകർക്കണം. ഷാമ്പെയിനും സ്കോച്ച് ആണ് ഒഫീഷ്യൽ ഡ്രിങ്ക്. ഓക്കെ? ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് മതിടാ ബഹളം. യെസ്. ഹലോ മാത്യു. കണ്ടു. അതെ, ആന്റി വളരെ അപ്സെറ്റ് ആണ്. ഞാൻ കുറെയൊക്കെ സമാധാനിപ്പിച്ചു. അവർക്ക് ഭയങ്കര ഷോക്ക് തന്നെ. പിന്നൊരു കാര്യം, അവരുടെ അലവൻസ് താൻ റെഗുലറായിട്ട് ഇനി അയച്ചു കൊടുക്കും എന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ്. ഇല്ല, വിശേഷിച്ച് അവരും ഒന്നും പറഞ്ഞില്ല. നോക്ക്,
താൻ അധികം കുടിക്കരുത്. ഇപ്പൊ തന്നെ ശബ്ദം എഴയുന്നുണ്ട്. ഞാൻ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ആന്റി. മടങ്ങിയില്ലായിരുന്നോ? ഇല്ല, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അറിയണം. പോയവര് പോയി, ഇനി എന്തോന്നറിയാനാ? അമ്മ മരിച്ചത് പിന്നെ ലീന ആന്റിയുടെ കൂടെ ആയിരുന്നല്ലേ? കുട്ടിയുടെ ചെലവിന് ആങ്ങളെ പ്രത്യേകം വല്ലതുമൊക്കെ ചെയ്തിരുന്നോ? ആന്റിക്ക് എന്നും വിഷമായിരുന്നു എന്നറിയാം. അപ്പൊ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. വിഷമം തന്നെ. 300 രൂപ പലിശ ഉണ്ട്. എല്ലാറ്റിനും തികയുന്ന വിചാരം? പലിശയായിട്ടാണല്ലേ? അപ്പോ പണം ഒന്നിച്ച് ബാങ്കിലിട്ട് തന്നു. ഏത് ബാങ്കില്? മാസം 300 പലിശ കിട്ടണമെങ്കില് തോട്ടവും ബംഗ്ലാവും ഒക്കെ ഉള്ള മാത്തൂട്ടിക്ക് ഇപ്പൊ അതിന്റെ കണക്കറിയണമെന്നാവും. കണക്ക് എപ്പോഴും അറിയേണ്ടതല്ലേ ആന്റി? മുതലിപ്പോഴും ബാങ്കിലുണ്ടോ? ചെലവായി. ഞാൻ എടുത്തു. ഈ സ്ഥലം വാങ്ങാൻ തികയാതെ വന്നപ്പോ ഞാൻ എടുത്തു. അതല്ലേ മാത്തൂട്ടി മുതലാളിക്ക് അറിയേണ്ടത്? പറഞ്ഞേക്ക്. അത് മാത്യുവിന് മനസ്സിലാവുന്നതല്ലേ? നീനക്ക് ആകെയുള്ള ഒരു ആന്റി. ആ, വേറൊരു കാര്യം, ആങ്ങളെ മരിക്കുമ്പോ എന്തായിരുന്നു അസുഖം? നേരെ ഇല്ലാത്ത നേരത്ത് തനിക്കിനി എന്തൊക്കെ അറിയേണ്ടത്? എല്ലാം എല്ലാം സത്യമായിട്ട് എന്നോട് പറഞ്ഞ പോലീസിനോട് മറുപടി പറയേണ്ടി വരില്ല. പോലീസ് എന്തിന്? കുര്യാക്കോസ് അച്ഛൻ തികയാത്ത എടുത്തോളാൻ പറഞ്ഞപ്പോ ഞാൻ ബാങ്കിലെ കാശെടുത്തു. അല്ലാതെ ഞാൻ പറയണം. എനിക്കറിയേണ്ടത് മുഴുവൻ ആന്റി പറഞ്ഞില്ല. ആങ്ങളെ മരിച്ചത് കുര്യാക്കോസ് അച്ഛൻ പറഞ്ഞ വിവരം എനിക്കുള്ളൂ. ഇംഗ്ലണ്ടിൽ പോയിന്നോ അവിടെ വെച്ച് മരിച്ചെന്നോ ഇതൊക്കെ അച്ഛൻ പറഞ്ഞതാ. അപ്പൊ ആങ്ങളുടെ കാര്യത്തിൽ അത്രയ്ക്ക് താല്പര്യമേ ആന്റിക്ക് തോന്നിയിട്ടുള്ളൂ. എങ്ങാണ്ടോ പോയി എങ്ങനെയോ മരിച്ചു. പെങ്ങള് സ്നേഹമുള്ളവള് തന്നെ. നേര് പറയാലോ, എന്റെ ആങ്ങളെയല്ല. ആങ്ങളയുടെ മോളാന്ന് പറഞ്ഞ് കൂടെ നിർത്തണമെന്ന് കുര്യാക്കോസ് അച്ഛനാ ഏൽപ്പിച്ചത്. ഓ, അത് ശരി. ഈ പറയുന്ന കുര്യാക്കോസ് അച്ഛൻ ഇപ്പൊ എവിടെയുണ്ട്? മരിച്ചു. വെല്ലൂര് വെച്ച്. ചങ്കില് ക്യാൻസർ. അച്ഛനായിരുന്നു ആകെ ഞങ്ങൾ ഇവിടെ വന്നേ പിന്നെ ഒരു സഹായം. സ്ഥലം വാങ്ങാൻ ആ കാശെടുക്കുമ്പോഴും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, പോലീസിനെ വിളിക്കാൻ ഞാൻ കട്ടിച്ചു വേണ്ടേ? എന്റെ പേരിലിട്ട കാശ് തന്നെയല്ലേ? ലീനയ്ക്ക് വേണ്ടി ആന്റിയുടെ പേരിൽ അല്ലേ? ചെലവില്ലേ? നന്നായി ഞാൻ വളർത്തിയോണ്ടല്ലേ നല്ല ഒരുത്തിന് കല്യാണം കഴിച്ചോണ്ട് പോണം തോന്നിയത്. 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഉടുപടയ്ക്ക് എന്നെ എന്ത് ചെലവ് വരും ഇക്കാലത്ത്? ആന്റി വളർത്താൻ തുടങ്ങിയപ്പോ ലീനയുടെ പ്രായം 16 വയസ്സ് മുതൽക്കാണ് ലീന ആന്റിയുടെ കൂടെ അല്ലേ? അപ്പോ 5 വയസ്സ് മുതൽക്കെന്ന് പണ്ട് പറഞ്ഞത്? അങ്ങനെയാണല്ലോ ആലോചന കാലത്ത് ഞങ്ങൾ കേട്ടത്. കുര്യാക്കോസ് അച്ഛൻ അങ്ങനെ പറയാനാ ഏൽപ്പിച്ചത്. അച്ഛൻ മരിക്കുകയും ചെയ്തു സൗകര്യത്തിൽ. ലീനയുടെ അപ്പച്ചന്റെ ശരിക്കുള്ള പേര്? അതിലൊന്നും ഞാൻ ഒരു കളവും പറഞ്ഞിട്ടില്ല. ആന്റണി ഫ്രാൻസിസ് തന്നെ. കുന്നത്തൂർ അച്ഛൻ എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയത്തുള്ളൂ. അച്ഛൻ പള്ളിയിലച്ഛനായിരുന്നു. അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാവോ? ഞങ്ങളുടെ സഭയിലാവാം. ആ, ഈ അച്ഛൻ ഇംഗ്ലണ്ടിൽ പോയി എന്നാ പറഞ്ഞത്. തള്ളയില്ലാത്ത കുട്ടിയും കൊണ്ട് അന്യനാട്ടിൽ ചെന്ന ബുദ്ധിമുട്ടാവുന്ന വെച്ച് ഞങ്ങളുടെ അച്ഛൻ എന്നോട് നോക്കാൻ പറഞ്ഞു. കേട്ടപ്പോ എനിക്കും കഷ്ടം തോന്നി. പാവം, സുഖമില്ലാത്ത കുട്ടി. എന്തായിരുന്നു അസുഖം ലീനയ്ക്ക്? ആകെ ഒരു മന്നതാ. ബലത്തിൽ 5 വയസ്സുള്ള കുട്ടിയെ പോലെ തന്നെ കുളിക്കാൻ, കഴിക്കാൻ, മുടികെട്ടാൻ ഒക്കെ നിർബന്ധിക്കണം. ബുദ്ധിഭ്രമം? ബുദ്ധിയൊക്കെ ഉണ്ട്, എന്നാൽ ഒന്നും ഓർമ്മയില്ല. പഠിക്കാനൊന്നും മോശമായിരുന്നില്ല. ടൈപ്പ് റൈറ്റിങ്ങും തയ്യലും ഒക്കെ പഠിച്ചത് എന്റെ കൂടെ നിന്നിട്ടല്ലേ. ആകെ ഒരു ബസ് ആക്സിഡന്റിൽ പെട്ടത് പിന്നെയാണ് അങ്ങനെ ആയെന്നാ കുര്യാക്കോസ് അച്ഛൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നത്. കീഴ്ക്കട കഴിഞ്ഞതൊന്നും ആ കൊച്ചിന് ഓർമ്മയില്ല. ആക്സിഡന്റ് എപ്പോ? 10ൽ പഠിക്കുമ്പോ മുടക്കിന് നാട്ടിൽ പോകുമ്പോ ബസ് ചുരത്തിൽ മറിഞ്ഞു. രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. ലീനയുടെ അപ്പച്ചൻ, അതായത് ഈ കുന്നത്തൂർ അച്ഛൻ, ഏത് പള്ളിയിലായിരുന്നു? എനിക്കറിഞ്ഞൂടാ. കുര്യാക്കോസ് അച്ഛന്റെ അവിടുന്ന് ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അത്രേ ഉള്ളു പരിചയം. ആ, അകത്ത് വയ്യാത്ത ഒരാളുണ്ട്. ലീനമോളുടെ കാശെടുത്ത് ഞാൻ തിന്നു,
അവളെ കഷ്ടപ്പെടുത്തിന്ന് ഒരാളും പറയില്ല. എന്റെ സ്വന്തം കുട്ടിയെ പോലെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാ ഞാൻ അവളെ വളർത്തിയത്. അത് മാത്യുവിന് അറിയാം. പിന്നെ ആന്റി, മാത്യു എഴുതാതിരുന്നൊരു കാര്യമുണ്ട്. ലീന മരിച്ചത് അപകടത്തിലല്ല, ആത്മഹത്യയായിരുന്നു. മോളി ആന്റി ലീനയെ ഓർത്ത് ഇപ്പോഴെങ്കിലും ഒന്ന് കരഞ്ഞു കണ്ടല്ലോ. ഇനി എനിക്ക് പോവാം. എന്തിനെന്റെ മോക്കത് തോന്നി? അതാണ് എനിക്കും അറിയേണ്ടത്. ആന്റിക്ക് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ?